സ്നേഹം നേടാനാ തിരുറോളയിൽ ഒന്നു ചേരണം. ഇനിയിപ്പോ 2 കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിപ്പോ പഴയ കാലത്തൊക്കെ അളവ് കോല്, ഇയാൾക്ക് വേറെ അറിയാതെ. പഴയ കാലത്തൊക്കെ അളവാണ്, കോലളവാണല്ലോ, ആശേരിക്കോല് അല്ലേ, കണ്ടില്ലേ? ഇപ്പോഴോ ഇപ്പൊ മീറ്ററാണ് ഇറങ്ങിയത്. ഇനിയിപ്പോ തൂക്കലും എടുക്കലൊക്കെ ഇപ്പൊ എന്തായി? സക്കാത്തിന്റെ കണക്ക്, വെള്ളത്തിന്റെ കണക്ക്, ഇതൊക്കെ പറഞ്ഞോടുത്ത് പറയുന്നത് ഇന്നുള്ള തൂക്കങ്ങളല്ല. എന്ത് ചെയ്യുന്നു? ഇപ്പൊ തൂക്കം പറഞ്ഞാലേ ന്യൂ ജനറേഷൻ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിനി അതൊന്ന് പഠിക്കാൻ തയ്യാറാ മതി. പ്രശ്നം അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എത്ര ലിറ്ററാണ്, എത്ര കുയ്യിൽ കൊള്ളണമെന്നൊന്നും ഈ സമൂഹത്തിന് ദഹിക്കാത്ത നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന കാര്യമുള്ളത്. അന്ന് പറഞ്ഞത് ഇപ്പൊ ഓലെ ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന സംവിധാന പറഞ്ഞത്. അപ്പൊ ഇന്ന് പുസ്തകന്മാരൊക്കെ നല്ല ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് യേശുന്ന രൂപത്തിൽ അതിനെന്താവണം, പുതിയതാക്കി അവതരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോഴേ ഉള്ളൂ. അല്ലേ പരാജയപ്പെടും. കുട്ടികൾ വേറെയിക്കും, നമ്മൾ വേറെയിക്കുവാണേ. കാരണം അതാ നീ പറഞ്ഞത്. തൂക്കം കൊണ്ട്, ഈ തൂക്കമുണ്ട്. ഇപ്പത്തെ തൂക്കം എന്ന് പറഞ്ഞാൽ ഗ്രാമാണ്, കിലോ കണക്കിനാ. അന്നത്തെ തൂക്കം എന്ന് പറഞ്ഞാൽ വെള്ളിക്കോലിനാ തൂക്കലേ. വെള്ളിക്കോല് ഉണ്ട്. എത്ര ആൾക്കാരുണ്ട് ഇതില്? വെള്ളിക്കോലേ കണ്ടിട്ടില്ലേ? വെള്ളിക്കോലുണ്ടേ. തൂക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം വലിയൊരു ഒലക്ക പോലെ ഒരു സാധനം, അയിമട്ടാണ് തൂക്കി പിടിച്ചലാണ്. നമ്മളടുത്ത വരിയിലുണ്ടായിരുന്നു വെള്ളിക്കോല് തൂക്ക. വെള്ളിക്കോല് എന്നാണ് ഈ പേര്. നല്ല ഇതൊക്കെ വെച്ച് കെട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് അയിമാണ് തൂക്കലാണ്. അപ്പൊ തൂക്കുണ്ടാവും. മില്ല് തൂക്കണ്ടില്ലേ? വലിയ ആട്ട റാട് അയിമ എന്താവൂല, ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇന്ന മാതിരി ഇങ്ങനെ ഫലം പിടിച്ചലാണ്. അപ്പൊ ഇങ്ങനെയാണ് പറയും, ഒരു ഇത്ര ഫല അത്ര ഫലത്ത്. ഇന്നത്തെ കിലോനൊന്നല്ല, തിലോനൊക്കെയാണ് എന്നല്ലേ. ആയിക്കോട്ടെ. ഏതായാലും പുതിയത് വരുമ്പോ നമുക്ക് പഴയത് അറിയില്ല എന്നാണ് കേട്ടോ. അതാ അന്നത്തെ തൂക്കേതാ? റാത്തലിനാണ് അളക്കലേന്ന്. റാത്തൽ ലിറ്ററും ഇറങ്ങിയിട്ടില്ല, ലിറ്ററും എത്തിയിട്ടില്ല കേട്ടോ. അതാ തഖരീബൻ, ഏകദേശം ബഗ്ദാദിയായ 500 റാത്തലാകുന്നു. 500 റാത്തലുണ്ടായ എന്തായി? 500 റാത്തലുണ്ടായാല് 2 കൊല്ലത്ത് വെള്ളമായി. അപ്പൊ ഒരു റാത്തൽ ഇപ്പൊ എത്ര ഉണ്ടാവും എക്കാരെന്നാണ്. ഇന്നിപ്പോ ഞാൻ വേഗം ലിറ്റർ കണക്കിന് പറയാം. എത്ര ലിറ്ററാ? ഒരു 200 ലിറ്റർ വെള്ളം ഉണ്ടായാൽ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവും. നല്ല ശ്രദ്ധിക്കട്ടോ. അപ്പൊ 500 റാത്തൽ ഉണ്ടായാൽ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവും. 200 ലിറ്റർ വെള്ളം ഉണ്ടായാൽ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ 500 റാത്തൽ എത്ര ഉണ്ടാവും? ഏകദേശം 100. ഒരു റാത്തൽ 500 റാത്തൽ വേണം. അപ്പൊ ഒരു റാത്തൽ ഇപ്പൊ 1 ലിറ്റർ ഉണ്ടാൻ പറ്റില്ല. പറ്റോ? അതെ 4 ലിറ്റർ ഉണ്ടാൻ പറ്റില്ല. ലിറ്ററും കിലോനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ലിറ്റർ കറക്റ്റാ? അല്ല, വെളിച്ചെണ്ണയിൽ അല്ലേ? വെള്ളത്തിന് സമാനല്ലേ? 450 ഗ്രാം ഉണ്ടാവും എന്നാണ് ഒരു റാത്തല്. 450. നമ്മളെ 500 കുപ്പി അറിയില്ലേ? അരിവശാലിനൊക്കെ മരുന്ന് വാങ്ങണേ, അത് 450 മില്ലി ഉള്ളൂ. അതെന്താ അറിയും? നമ്മൾ 500 കുപ്പി എന്ന് പറയും, 450 മില്ലിയ. 1/2 ലിറ്റർ എന്ന് പറയും. 1/2 ലിറ്റർ തികയില്ല, അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടാവുക. ആയിക്കോട്ടെ. പിന്നെ ഈ സാധനങ്ങളെ തൂക്കൊരിക്കലും എന്താ പറയോ, ഈ സാധനത്തിന് ഘനം ഉണ്ടാവും. വെള്ളം കട്ടി കുറഞ്ഞതാണ്. എണ്ണ, നെയ്യ്, ഈ സാധനങ്ങളൊക്കെ കട്ടി കൂടിയതാണ്. കട്ടി കൂടുമ്പോ വെയിറ്റ് കൂടും, കട്ടി കുറയുമ്പോ വെയിറ്റ് കുറയും. അത് വെള്ളം ഇത് ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ വെളിച്ചെണ്ണൊക്കെ നോക്കിയാൽ മൂപ്പര് പറഞ്ഞ 100 മില്ലി ഉണ്ടാവും, ഏറെ കാണിക്കും. അതിന്റെ കാരണം അതാണ്. 900 വരാം. വെയിറ്റ് കൂടും. 200 ലിറ്റർ.
റാത്തല് ഇപ്പൊ നമ്മൾ ഇതിന് പ്രായോഗികമല്ല. നമ്മൾ പറയണത് 2 കൊല്ലത്തെ വെള്ളത്തിൽ താഴെയുള്ളതിനൊക്കെ 199 ലിറ്റർ ഉള്ളെങ്കിലും അത് 2 കൊല്ലത്തിൽ താഴെയാണ്. അതിന് പരിഗണന ഇല്ല. അതിന് നജസ് വീണാൽ തന്നെ രസാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞോളെ. നമ്മൾ അന്നുണ്ടായിരുന്ന ഒരളവ് പാത്രത്തിന്റെ പേരാണ് റാത്തല്. ആ റാത്തലിന് 500 റാത്തലാണ് ഉണ്ടായിരുന്നത്. അത് ഇന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോ എന്തായി? 200 ലിറ്റർ വെള്ളത്തിലേക്ക് പോന്നു. സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ താരതമ്യം നിങ്ങൾ ചിന്തിച്ചോട്ടെ പറഞ്ഞാണ്. അത് പിന്നെ ഏറിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. അന്നത്തെ താരതമ്യം ഇപ്പൊ കിട്ടിക്കോളണം. റമ്മ് 200 200 റമ്മ് പറ്റും, 100 റമ്മ് പറ്റൂല. 200 ലിറ്ററിന്റെ റമ്മുകളുണ്ടാവും, 500 ഒക്കെ ഉണ്ടാവണല്ലേ പറ്റൂല. അതായത് ഇത് അവല് പോലത്തെ കുഴിയൊക്കെ ഉണ്ടാക്കണതിന്റെ തൊട്ടിപ്പുറത്ത് പറയുന്നുണ്ട് എത്ര വേണം. അത് നോക്കിയാൽ മതി. പിന്നെ അതാ ഒബിൽ മിസാത്തി. ഇനിയിപ്പോ അവല് പോലുള്ള കുഴി, കിണറ്, കുളം ഇതൊക്കെയാണ് എങ്ങനെ നമ്മൾ പരിഗണിക്കാൻ. മുറബൈ സമചതുരണ്ടോ, നീളവും വീതിയും ഒത്തത്. നീളവും ആഴം വീതിയൊക്കെ സമാനേക്കാരം. അതാണ് മുറബ അറിയാം. സമചതുരമായത് സ്കൂൾ പഠിച്ചില്ല, സമചതുരമായ കള്ളി അയനെ. അതില് ദിറാവും വറുബുൻ, 1 മുഴം പിന്നെ കാലം, 1.25 മുഴം എന്ന് പറയും. 1.25 മുഴം കണ്ടോ. തൂലൻ വാർലൻ വഴുക്കൻ, നീളത്തിലും വീതിയിലും ആഴത്തിലും. അപ്പൊ അടിക്ക് 1.25, 1 മുഴം തന്നെ അത്രയാണേ. അവിടുന്ന് ഒരു കാലും കൂടി ഉണ്ടാവും, ഇതിന്റെ 4-1. അപ്പൊ അങ്ങനെയാണ് കോല് അളവുണ്ടാക്കി. കോലിങ്ങനെ ഇത് വെച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി. ഇതിന്റെ അളവുകൾ ഉണ്ടാവും. വരല്ലേ അറിയില്ലേ? കോല് വരല് അങ്ങനെയാണല്ലോ. ആ 2 കൂടി ഇങ്ങോട്ട് മിശ്രിതമാക്കാൻ നല്ല പണിയാണ്. പിന്നെ ആ ഉപ്പൊക്കെ ഇപ്പൊ കടക്കണം. കടന്നാ കുറെ പറയാനുണ്ട്, കുറച്ചല്ല. വിരലും കോലും ആയിട്ടുള്ള വ്യത്യാസേ കേട്ടോ. പിന്നെ ബിദിറായിൽ മുഴത്തതിലെത്തി. സാധാരണ മനുഷ്യന്റെ അളവിന് ഇതൊരു വലിയ വിഷയമാണ്. സാധാരണ എല്ലാവരിൽ ഒരു മിതമായ മനുഷ്യന്റെ എന്നാണ്. വലിയ ലോങ്ങും ആവണ്ട, വലിയ ചെറുതും ആവണ്ട. വലിയ ചില ആൾക്കാരെ കയ്യുണ്ടാവും, അത്ര പോരെ വലിപ്പം ഉണ്ടാവും. അതിനൊരു 1.25 എടുത്താണ്ടാവും 2 കിണർ വെള്ളമായി കൊഴിച്ചേണ്ടി വരും. അത് വേണ്ട. നന്ന ചെറിയ മനുഷ്യന്മാരുണ്ടാവും, ഓലാകെ അത്രേ ഉണ്ടാവുള്ളൂ കയ്യൊക്കെ, അതാളെന്നാലും പറ്റൂല. ഇതിപ്പോ സക്കാത്തിന്റെ അവിടെയൊക്കെ വിഷയമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉപയോഗിച്ച മുദ്ദും സ്വാഹൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ജൈനുദ്ദീൻ ഉസ്താദ്, ഡോക്ടർ ബഹൗദ്ദീൻ നദ്വിയുടെ ഉസ്താദിന്റെ അഞ്ചന്റ് ഒരാള്, ജൈനുദ്ദീൻ ഉസ്താദ് കുരിയാട്, മനപ്പെട്ടവർ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട് ഇൻഷാ അല്ലാഹ് സക്കാത്തിന്റെ ഭാവക്കുമ്പോ കൊണ്ടുവരുന്നുണ്ട്. കാണിച്ചെന്നാ പിന്നെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ പഠിക്കണേ. നമ്മളിപ്പോ ഇതൊരു എന്തല്ല ഒരു ഓതി പോയി പരീക്ഷയ്ക്ക് തഹസിലാവാൻ പോവല്ല. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് തന്നെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഓരോ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യാക്കിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിന് വരുമ്പോ എന്ത് ചെയ്യാ, കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് പാർന്ന് നോക്കുക, ത്രെണ്ട് നോക്കുക, റമ്മിലൊന്ന് വെച്ച് നോക്കുക, കുറ്റിന്റെ ഒക്കെ നമ്മളതിനകത്ത് കണക്കുണ്ടോ നോക്കി തന്നെ. അപ്പൊ ഇവിടെ ഒന്ന് പരിശോധിച്ചാലപ്പോ അത് അത് നീളം വീതി സമല്ല, റൗണ്ട് അല്ലേ. റൗണ്ട് ആയത് പറഞ്ഞിട്ടുണ്ട്. റൗണ്ടിന് വെക്കുമ്പോ വേറെയാണ്. സമചതുരമുള്ള നീളം പ്ലസ് വീതി ആഴം ഒക്കെ എങ്ങനെയാണ്. ഒപ്പിൽ മുതവരി കണ്ടോ, റൗണ്ട് ആയോടുത്ത് റമ്മ് പോലുള്ളതില് ടാങ്ക് പോലുള്ളതിലോ ദിറാഉൻ മിൻ സാഇൽ ജവാനിബി, വ്യാസം ചുറ്റളവ് എന്തായിരിക്കണം, 1 മുഴം. ബിദിറായിൽ ആദമി, അത് മനുഷ്യന്റെ 1 മുഴം. നീ മറ്റത് പിന്നെ മനുഷ്യനല്ലേ എന്നല്ല, സാധാരണ മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി വദിറാനി ഉംകൻ, 2 മുഴം ആയം വേണം. ബിദിറായിൻ നജ്ജാരി, ആശാരിയുടെ മുഴത്തിന്. എന്താ സാധാരണ മനുഷ്യന്റെയും ആശാരിയുടെയും മുഴം വ്യത്യാസം ഉണ്ട് എന്നാണ്. നമ്മളൊരു മുഴം എന്ന് പറയുന്നത് ആശാരിത് 1.25 മുഴം ഉണ്ടാവും. അതാണ് ഈ കോലളവേ. ഇപ്പൊ എഞ്ചിനീയർമാരൊക്കെ കുടുങ്ങിയത് പൈമയാണ്. പഴയ വീടുകളൊക്കെ ആശാരിന്റെ കോലളവാണ്. കാരണം ഇവരിപ്പോ മീറ്റർ ഉണ്ട് പിടിക്കും, എന്നിട്ട് ഒരിക്കലും എന്താവില്ല, ഒത്തിട്ടാൻ പണിയാണ്.
എന്തുകൊണ്ട് ഈ ആശാരി അളവിൽ എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു മുഴം എന്ന് പറഞ്ഞതിന് 1.25 മുഴം ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേ ഒരു മുഴം ആശാരി അളവായിട്ട് പരിഗണിക്കുള്ളൂ. അതാ ഒരു 1.25 മുഴം വേണം. അപ്പോഴാണ് ഒരു മുഴം ആശാരിക്കോലിനുണ്ടാവുക. അപ്പൊ നോക്കിയാൽ മതി. ഇപ്പൊ റൗണ്ടുള്ള ടിന്നാണെങ്കിൽ നോക്കിയാൽ മതി. ഇങ്ങനെ കൈ വെക്കുമ്പോ ഒരു ഇതില് പെടുന്നുണ്ടോ, അടിക്ക് ഒന്നിങ്ങനെ പിടിച്ചു നോക്കിയാൽ മതി 1.25 മുഴം കിട്ടുന്നുണ്ടോ മതി. പിന്നെ ഇപ്പൊ നമ്മളെ കൈയൊക്കെ അളവ് കുറയില്ലേ, അതൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇപ്പൊ നമ്മളിപ്പോ മധ്യമായ മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാലത്തൊക്കെ ഉള്ള വലിയ മനുഷ്യന്മാര് മുമ്പത്തെ അപേക്ഷിച്ച് മധ്യമായ ആളുകളായിരിക്കും. കാരണം നമ്മളെക്കാളും വലിയ വലിയ മനുഷ്യന്മാരല്ല അന്ന് ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മളിലുള്ളത് ഇപ്പൊ ഉള്ളോലിൽ മധ്യമായോര് എന്ന് വെക്കുന്നോടത്ത് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ കാണാം. ആണല്ലോ നമ്മളതിൽ കൈയിട്ട് ഒന്നെടുക്ക എന്നൊക്കെയാണ് അപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഔതല ഔതൊക്കെ ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കണത് നല്ലതാണ്. കണ്ടമോനായം കൂട്ടിട്ട് ഒരാൾ ഇറങ്ങി നിന്ന് മുങ്ങാൻ പറ്റിയ അതിണ്ടാവും. ഇനി എന്തെങ്കിലും ചാടി അത് ഒഴിവാക്കേണ്ട ഒന്ന് മുഴുവൻ ഒഴിച്ചു വിടേണ്ടി വരും. അതോട്ട് പറ്റൂല. എത്ര വെള്ളം വെറുതെ വേസ്റ്റായി പോവും. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. പള്ളി കമ്മിറ്റിക്കാരും പള്ളി ഇമാമുകളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിശ്ചയം വേണം. ഒരു ഔതുണ്ടാക്കുമ്പോ അതിൽ നീ കുറച്ച് കൂടുതലൊക്കെ. എന്തിനാ കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞത്? നമ്മൾ കറക്റ്റ് അളന്നിട്ട് അത് നോക്കുമ്പോ ചിലപ്പോ 200 ലിറ്റർ തേഞ്ഞില്ലാന്ന് വരും. തേഞ്ഞില്ല എന്നുകൊണ്ട് ഇപ്പൊ ഒതുക്കണി പ്രശ്നമുണ്ട് എന്നല്ല പറയണത്. അതിന് ശേഷം പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ ധാരണപ്രകാരം ഉണ്ടായാലും മതി. അളന്ന് കറക്റ്റ് ഓരോ ലിറ്ററും ഇങ്ങനെ മറ്റേ പാത്രത്തിൽ അളന്ന് നോക്കിയിരുന്നും വേണ്ട. ഏകദേശം ഇപ്പൊ വെച്ച് നോക്കുമ്പോ എന്തുണ്ട്, 1.25 മുഴം നീളം വീതി ഒക്കെ ഉണ്ട്. ശരിയാണ്. അതിലിപ്പോ എന്തുണ്ട്, 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവും. അത് മതി, അത് മതിന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞ സൂക്ഷ്മതക്ക് വേണ്ടി എന്ത് ചെയ്യാ, ഇപ്പൊ 225 ലിറ്റർ 200 ഇപ്പൊ നമ്മൾ പറഞ്ഞു, 25 ലിറ്ററും കൂടി എടുത്തു. അപ്പൊ സംശയം ആർക്കില്ലല്ലോ. അങ്ങനെ കള തീർത്തില്ല, അത് ചെയ്യാം. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യാ, ഒരു 500 ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ടാക്കി എന്നിട്ട് എന്താവും എല്ലാ ദിവസവും കക്കിക്കോളണം. ലേ വന്നിട്ട് വെച്ച് കമ്മിറ്റിക്കാർ വെച്ച് എന്താ അവിടെ കക്കാത്ത, എന്താ അവിടെ ഔതല്ലാണ് ടൈലൊക്കെ ഉണ്ട് ഒട്ടിച്ചിട്ട്. പഴയ കാലത്ത് ആവുന്നുണ്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ടോ, സിമെന്റ് ഇടലുണ്ടോ? സിമെന്റ് ഇങ്ങനെ മിൻസപ്പെടുത്തിയിടുമല്ലോ. അതാ കല്ലാവുന്നതാണ്. കല്ലിന്റെ ഇടക്ക് അടച്ചിട്ടുണ്ടാവും. ഇടുന്നാവും എന്നാ എന്താവും, കുറേ കാലം വെള്ളം നിൽക്കും. വെള്ളം പെട്ടെന്ന് കേടുവരില്ലല്ലോ. മറ്റേത് ഒഴിവാക്കാൻ അത് കോരി പാർന്നിട്ട് വേണ്ടേ. ഇപ്പൊ നമ്മള് ചുമരുമാണ് തൊട്ടാന്ന് വെള്ളം പിടിച്ച് ആടുകയായി. അതാണ് ഇപ്പൊ ഉള്ളത് കഥ. അതിനുശേഷമാണ് ഇപ്പൊ ഈ ദുർവ്യയം അല്ലേ. ഞാൻ ആ വിഷയത്തിൽ കുറെ ചിന്തിക്കേണ്ട നടക്കണില്ല. നമ്മളിപ്പോ ഒരാളെ തീർക്കണേ എത്ര, ഒരു ബക്കറ്റ് വെള്ളം വേണം, ഒരു ബക്കറ്റ് വെള്ളം വേണം അല്ലേ. ഒന്ന് കൊപ്പിളിക്കുമ്പോഴത്തേനും വെള്ളം ഇങ്ങനെ ചാടുകയാണ്. മുഖം കഴിക്കുമ്പോഴത്തേനും ചിലൊന്ന് വരച്ചാൽ തീരുമില്ല. അപ്പൊ പൈപ്പിൽ നിന്ന് ഇങ്ങനെ ചാടി പോവാണ്. കൈയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോവാണ്. ബാക്കിയൊക്കെ പോവല്ലേ. മുമ്പ് ആകെ ഒരു കിണ്ടി വെള്ളം മതി. അത് ശരിക്കും ആവശ്യമാകുമ്പോൾ ശരിക്കും കൊടുക്കും. പിന്നെ അതിനല്ലേ എയർപോർട്ടിലെ പൈപ്പ് വെക്കല. ഇനി പുതിയ പേരുണ്ടാക്കണമൊക്കെ ശ്രദ്ധിച്ചോണ്ട്. മനസ്സിലായില്ല. കൈ കാട്ടിയാലേ വെള്ളം ചാടുള്ളേ. ചെലവ് കൂടില്ലേ. ഓട്ടോമാറ്റിക് വെച്ചാ അതിനിപ്പോ പറഞ്ഞതേ, ഓട്ടോമാറ്റിക് വെച്ചാൽ മതിയല്ല. പിന്നെന്താ, വെള്ളം ആവശ്യത്തിനേ പോകുള്ളൂ. അങ്ങനെ പൈസ ചെലവായിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട്, സൂക്ഷ്മത ഏറ്റവും സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ 100 രൂപയുടെ അള്ളാഹു ഈ ഭൂമിയിൽ നൽകിയ വെള്ളം അല്ലേ നഷ്ടപ്പെടുത്തി എവിടുന്ന തിരിച്ചു വരിക, അതിനെ കുറിച്ച് അതിന്റെ മൂല്യം അളക്കാൻ വേണ്ടിയാണ്. അതിനൊന്നും ഇസ്രാഫ് എന്ന് പറയില്ല, ദുർവ്വയം എന്ന് പറയില്ല. ഓന്റെ വീട്ടിലെ എല്ലാ പൈപ്പും കൈയാട്ടിയ ചാടണമെന്നും പറയാനില്ല. അതൊക്കെ ഓന്റെ സൂക്ഷ്മത എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. പോട്ടെ, അതിന് വേറെ വിഷയം. പിന്നെ സമയം കഴിഞ്ഞു, പോട്ടെ. അപ്പോ ഇങ്ങനെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇനിയിപ്പോ കറക്റ്റ് അളക്കണോന്ന് വേണ്ട. അതാ രണ്ട് കൊല്ലത്ത് വെള്ളമുള്ളത് നജസാകൂല, പകർച്ചയാവാതെ എന്ന് ശേഷം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ വലോഹിത്യമാരൻ അതാ സാധ്യതയാലായാലും ശരി. അപ്പൊ ഒരു ഇങ്ങനെ കണ്ടപ്പോ ഇത് ഏകദേശം ഉണ്ട്. ഒരു മുഴം 1.25 മുഴം നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, നല്ല റൗണ്ടാണ്. അപ്പൊ 2 മുഴം ആടിക്ക് അയവും ഉണ്ടാവും എന്ന് നമുക്ക് തോന്നി. അങ്ങനെ വന്നവർക്കൊക്കെ തോന്നുന്നുണ്ട്. എന്നാ അത് മതി, അല്ല അജ്ജ അളന്ന് നോക്കിക്കണോ എന്ന് പറയണ്ട. അതാണല്ലോ ഇഹ്തിമാലൻ. ഏതുപോലെ കാഞ്ചക്കം ഫീമാഇൻ, ഒരു വെള്ളത്തെ കുറിച്ച് സംശയിച്ചു. ആ ബലഗഹുമാ അംല, 2 കൊല്ലത്ത് ഉണ്ടായിക്കണോ ഇല്ലേ ഉണ്ട് എന്നൊരു കൂട്ടർ. അത്ര ഉണ്ടാവാൻ സാധ്യമല്ല കേട്ടോ, അത് മറ്റൊരു കൂട്ടർ. നബി സംശയം എന്ന് പറഞ്ഞു ഉണ്ടോ? സംശയം അറിയില്ലേ? സംശയം എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് നിൽക്കുകയാണ്.
അങ്ങനെയല്ല. മറ്റേ വെറും തോന്നല് മാത്രല്ലേ. 25% ഉണ്ടോന്നൊരു സംശയമുണ്ട്. ഉണ്ടോന്നൊരു തോന്നല്, ഉണ്ടാവാം എന്നൊരു തോന്നലുള്ളൂ. അപ്പൊ 25% അതിനുള്ളൂ. നേരിട്ട് ഉണ്ടോ ഇല്ലേ ശരിക്കും സംശയം എന്ന് പറഞ്ഞാൽ 50-50 ഉണ്ടാവണം ശരിക്ക്. കുറച്ചും കൂടി കയറിയാൽ നന്നായി ഉണ്ട് എന്നുള്ളൊരു ഭാവനയാണ്, തോന്നലാണ് വരുന്നത്. ഉണ്ട്, ഏകദേശം ഉണ്ട്, പറഞ്ഞാൽ വല്ലതും കുറഞ്ഞെങ്കിൽ കുറഞ്ഞു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അതാ ഇനി ശ്രദ്ധിച്ചോളി. ഈ നജസ് ഇതിലേക്ക് സംശയിക്കണീന്റെ മുമ്പ് ഇതെന്തായിരുന്നു? 2 കൊല്ലത്തിൽ കുറവായിരുന്നു. അഥവാ ഒരു 175 ലിറ്റർ ഉണ്ട്. പിന്നെ കുറച്ച് വെള്ളായിക്ക് കൊടുന്ന് പാർന്ന് കൂണ്, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചിക്കണ്. അപ്പൊ ഇത് 2 കൊല്ലത്തുണ്ട് തോന്നുന്നുണ്ട്, എന്നാലും മതി. നേരത്തെ കുറവാന്ന് അറിയായിരുന്നു, എന്നാലും മതി. എന്നാ അത് നജസ്സാവുകയില്ല ബിമുലാഖാത്തി നജിസിൻ. അതില് നജസ് ചേരൽ കൊണ്ട്, നജസാണ് വീണു എന്നുകൊണ്ട് നജസാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കിണറ്റിൽ പോയി ചാടി എന്നതുകൊണ്ട് ചത്തു എന്നുകൊണ്ട് നജസാവില്ല. എന്ത് വേണം? പകർച്ച വേണം. മാലം യതഗയ്യർ ബിഹി. അതുകൊണ്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ വൈനിസ്തഹലക്കത്തിൻ നജാസത്തു ബിഹി, നജസ് അതിൽ അലിഞ്ഞു ചേർന്നാലും ശരി, നജസ് അതൊക്കെ അടഞ്ഞു പോയിട്ട് കാണാനല്ലേ എവിടെയെന്ന്. പക്ഷെ പകർച്ച ഉണ്ടോ? ഇല്ല. ചോയ വ്യത്യാസമില്ല, വാസന വ്യത്യാസമില്ല, നിറം വ്യത്യാസം ഒന്നുമില്ല, എന്നാ പ്രശ്നമില്ല. ഇതൊക്കെ 2 കൊല്ലത്തിന് മീതുള്ളോടത്താണ് ഈ പറയുന്നത്. ആ ഇനി മറ്റൊരു വിഷയം അവിടെ ഒന്നോട്ടെ അല്ലേ, നിർത്താനില്ല. പറ്റുമല്ലോ, ഒന്നുണ്ടാക്കാൻ പറ്റണ കുടിക്കാൻ പറ്റുമല്ലോ. ഒതുണ്ടാക്കണ വെള്ളം കുടിക്കണ വെള്ളം കൊണ്ട് ഒതുണ്ടാക്കാൻ പറ്റൂല. ഒതുണ്ടാക്കണ വെള്ളം കുടിക്കാം, അത് സംശയമില്ല. കാരണം അത് ഐക്കോളിറ്റിലാണ്, തൊഹൂർ എന്ന് പറയുന്നത്. മറ്റേത് തോഹിറാണ്. ഇപ്പൊ കഞ്ഞിവെള്ളം ഒതുണ്ടാക്കാൻ പറ്റൂല. ഒതുക്കണീന്റെ ബാക്കി കുടിക്കൽ സുന്നത്തുണ്ട്, അതൊക്കെ ശരിയാണ്. പ്രത്യേകം സുന്നത്ത് ഇൻഷാ അല്ലാഹ് ഒന്നുവിന്റെ അവിടെ പറഞ്ഞപ്പോള് അത് കുടിക്കാനും എടുക്കാൻ പറ്റും, പിന്നെ അതിന് ഒതുക്കാനും പറ്റും.